ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രേക്കിംഗ് ബാരിയേഴ്സ് ഐ വിൽ ഫ്ലൈ എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ പാഠം കാഴ്ചയില്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ലോകം അറിയുന്ന ഒരു സംരംഭകനും സാമൂഹിക പ്രവർത്തകനുമായി മാറിയതെന്ന് നമുക്ക് കാണിച്ചുതരുന്നു. ശ്രീകാന്ത് ബോള എന്ന ഈ വ്യക്തിയുടെ ജീവിതം മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു ഉദാഹരണമാണ്. ശ്രീകാന്തിന്റെ ജീവിതവും പോരാട്ടങ്ങളും. ശ്രീകാന്ത് ബോളയുടെ മാതാപിതാക്കൾക്ക് വളരെ കുറഞ്ഞ വരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവർ ലോകത്തിലെ ഏറ്റവും ധനികരായ ദമ്പതികളാണെന്ന് ശ്രീകാന്ത് പറയുന്നു. കാരണം അവർ തന്റെ കാഴ്ചക്കുറവൊരു ഭാരമായി കണ്ടില്ല. പകരം അദ്ദേഹത്തിന് അങ്ങേയറ്റം സ്നേഹവും വാത്സല്യവും നൽകി. ശ്രീകാന്ത് ജനിച്ചപ്പോൾ സമൂഹം അദ്ദേഹത്തെ ഒരു ഭാരമായി കണ്ടു. ചിലർ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വരെ നിർദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, പ്രത്യേകിച്ചും അച്ഛൻ, കൃഷിയിൽ സഹായിക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വിദ്യാഭ്യാസം അദ്ദേഹത്തിന്റെ വഴിയാണെന്ന് തീരുമാനിച്ചു. വിദ്യാഭ്യാസത്തിലെ വെല്ലുവിളികൾ. 1. അവഗണനയുടെ കാലഘട്ടം. ശ്രീകാന്ത് തന്റെ ആദ്യ സ്കൂളിൽ കഠിനമായ ഒറ്റപ്പെടൽ അനുഭവിച്ചു. 2 വർഷത്തോളം അദ്ദേഹം അവസാന ബെഞ്ചിൽ ഇരിക്കേണ്ടിവന്നു. ഒരു പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത് അദ്ദേഹത്തെ ലോകത്തിലെ ഏറ്റവും ദരിദ്രനായ കുട്ടിയായി തോന്നിപ്പിച്ചു. പണമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഏകാന്തതയും ഒറ്റപ്പെടലും കൊണ്ടായിരുന്നു അത്. 2. മികവിന്റെ പാത. പിന്നീട് അദ്ദേഹത്തെ ഹൈദരാബാദിലെ ഒരു പ്രത്യേക സ്കൂളിലേക്ക് അയച്ചു. അവിടെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവച്ചു. ഉയർന്ന റാങ്കുകൾ നേടി. കൂടാതെ ചെസ്സിലും ക്രിക്കറ്റിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചു. മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമുമായി ലീഡ് ഇന്ത്യ യൂത്ത് ട്രാൻസ്ഫർമേഷൻ പ്രോജക്റ്റുകളിൽ പ്രവർത്തിക്കാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. സയൻസ് പഠിക്കാനുള്ള പോരാട്ടം. 10ാം ക്ലാസ്സിൽ 90% മാർക്ക് നേടിയപ്പോൾ കാഴ്ചക്കുറവുള്ളതിനാൽ സയൻസ് പഠിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. തകരാറുള്ളവൻ എന്ന് സമൂഹം വിളിച്ചപ്പോഴും ശ്രീകാന്ത് സ്വയം വെല്ലുവിളിക്കപ്പെട്ടവൻ എന്ന് വിശേഷിപ്പിച്ചു. ഈ തീരുമാനത്തിനെതിരെ അദ്ദേഹം സർക്കാരിനെതിരെ കേസുകൊടുത്തു. 6 മാസത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ സ്വന്തം റിസ്കിൽ സയൻസ് പഠിക്കാൻ അദ്ദേഹത്തിന് അനുമതി ലഭിച്ചു. ഒരു മെന്ററുടെ സഹായത്തോടെ പാഠപുസ്തകങ്ങൾ ഓഡിയോവായി റെക്കോർഡ് ചെയ്ത് പഠിച്ച് അദ്ദേഹം 98% മാർക്ക് നേടി. IITയുടെ പ്രവേശന പരീക്ഷ എഴുതാൻ അനുമതി നിഷേധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അമേരിക്കയിലെ മികച്ച കോളേജുകളിൽ അപേക്ഷ നൽകി. MIT, സ്റ്റാൻഫോർഡ്, ബെർക്ലി, കാർണഗി മെല്ലൻ എന്നിവിടങ്ങളിൽ പ്രവേശനം ലഭിച്ച അദ്ദേഹം MITയിൽ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെ ആ സ്ഥാപനത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര കാഴ്ചയില്ലാത്ത വിദ്യാർത്ഥിയായി അദ്ദേഹം മാറി. സാമൂഹിക ഉത്തരവാദിത്തം എന്ന ലക്ഷ്യം. അമേരിക്കയിൽ മികച്ച കോർപ്പറേറ്റ് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം താൻ നേരിട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രീകാന്ത് തീരുമാനിച്ചത്. ഇന്ത്യയിലേക്കുള്ള മടക്കം. ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ നിന്നും സാമ്പത്തിക രംഗത്തുനിന്നും എന്തിന് മാറ്റിനിർത്തപ്പെടണം എന്ന ചോദ്യം അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ചു. ബോളണ്ട് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം അദ്ദേഹം തന്റെ പങ്കാളിയോടൊപ്പം ആരംഭിച്ചു. ഈ സ്ഥാപനം ഭിന്നശേഷിക്കാരെ കണ്ടെത്താനും പുനരധിവസിപ്പിക്കാനും സമൂഹത്തിലേക്ക് പുനർസംയോജിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഈ കമ്പനി 150ലും അധികം ഭിന്നശേഷിക്കാർക്ക് ജോലി നൽകുന്നു. കൂടാതെ പ്രതിവർഷം $1 മില്യൺ വരുമാനവും നേടുന്നു. ശ്രീകാന്തിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 3 പ്രധാന പാഠങ്ങളുണ്ട്. 1. കരുണ കാണിക്കുക. യഥാർത്ഥ സമ്പത്ത് പണമല്ല, മറിച്ച് മറ്റുള്ളവരുടെ സന്തോഷമാണ്. 2. ഏകാന്തത ഇല്ലാതാക്കുക. ഏകാന്തതയാണ് ദാരിദ്ര്യത്തിന്റെ ഏറ്റവും മോശമായ രൂപം. 3. നന്മ ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം ആദ്യം ലഭിക്കുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. ലോകം അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീകാന്ത്, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, എനിക്കെന്തും ചെയ്യാം. ഈ വാക്കുകൾ നമ്മെ ഓരോരുത്തരെയും പ്രചോദിപ്പിക്കട്ടെ. ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിക്കുന്നു. മറ്റൊരു ക്ലാസുമായി വീണ്ടും കാണാം.